ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു സജഷൻ വീഡിയോ ആണ്. കുറേ നാളായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടി നമ്മുടെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബ്രഷ് പെൻ വെച്ചിട്ട് റാസ്ബെറി ചെയ്യുമോ എന്ന്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിട്ട് ആ കമൻറ്റ് മാറ്റി വെച്ചൊന്നുമല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രഷ് പെൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ്. ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് ബ്രഷ് പെൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബ്രഷ് പെൻ എന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഐറ്റമാണ്. അതിൻ്റേതായ പോരായ്മകൾ ഈ ഡ്രോയിങ്ങിൽ കാണും. എല്ലാവരും എന്നോട് ക്ഷമിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്നേഹയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട്, ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ റാസ്ബെറിയുടെ ഔട്ട്ലൈൻ കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡ് ബ്രഷ് പെൻ വെച്ചിട്ട് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം റെഡ് ബ്രഷ് പെൻ്റെ ടിപ്പും ബ്ലാക്ക് ബ്രഷ് പെൻ്റെ ടിപ്പും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് കിട്ടുക. അതാണ് കറക്റ്റ് മെത്തേഡ് കേട്ടോ. അത് ഒരുപാടങ്ങ് കൂട്ടിമുട്ടിക്കരുത്, ലൈറ്റായിട്ടൊന്ന് കൂട്ടിമുട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലാക്ക് ആയിപ്പോയി. എന്നിട്ട് ആ കുഴിവ് വരുന്ന ഭാഗത്ത് ഒന്ന് കളർ ചെയ്യുക. എന്നിട്ട് റാസ്ബെറി ഫുള്ള് സർക്കിൾ പോലെ റൗണ്ട് കുഞ്ഞു കുഞ്ഞു ഷേപ്പുകൾ വരച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഇത് നമുക്ക് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ, റൗണ്ട് പോലെ. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ബ്ലാക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് ഈസി മെത്തേഡാണ്. ആകെ 3-4 സ്റ്റെപ്പേ ഉള്ളൂ. എല്ലാവരെ കൊണ്ടും പറ്റുന്ന. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. വൈറ്റ് ജെൽ പെൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അതായത് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് കൊടുക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം. ഒരു ഡ്രോയിങ്ങിന് ജീവൻ വെപ്പിക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാനേ പാടില്ല. വൈറ്റ് ജെൽ പെൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ഹൈലൈറ്റ് കൊടുക്കുക എന്നുള്ളത് ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ മാസ്കിൻ ടേപ്പ് ഇളക്കുക. നല്ലൊരു ഡ്രോയിങ് ആണ്. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി മെത്തേഡാണ് കേട്ടോ. ഇതുപോലെ ഇനി സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.